നമസ്കാരം ഗൈസ്, ആർജിയാണ്. അപ്പോൾ നമ്മൾ പണിക്കാരൻ വേണ്ടി പോകണം. ഇന്നിപ്പോ 4 മണി കഴിഞ്ഞു. 4 പണിക്കാരൻ പോയി സമയമായി. രാത്രി ഫുഡ് എടുത്തിട്ട് നിഷു കഴിക്കാൻ ചോറൊക്കെ എടുത്തിട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞു. എനിക്ക് വിശപ്പ് ഉണ്ടാവില്ല. ഞാൻ വിശപ്പ് സഹിച്ചേക്കും. തേങ്ങ വിശപ്പ് സഹിക്കൂല. തേങ്ങ ഫുഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് പണിക്ക് പോവാം. നമ്മൾ ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് നിശ്ചിത പെട്രോൾ അടിച്ചോണ്ടിരിക്കാം. നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പെട്ടെന്ന് പോവാം. ഡ്യൂട്ടിക്ക് ഓണാക്കി ഇത്രയായിട്ട് ഓർഡർ അടിച്ചിട്ട് പോകാൻ ഡ്യൂട്ടിക്ക് ഇപ്പോൾ 10 മിനിറ്റ് ആയി. ഇത്രയായിട്ട് ഓർഡർ അടിച്ചിട്ട് നമ്മൾ പെട്രോൾ അടിച്ച് ഇനിയിപ്പോൾ ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ പെട്രോൾ അടിക്കാൻ വേണ്ടി നമുക്ക് സമയം ഉണ്ടാവും. അതുകൊണ്ട് പെട്രോൾ അടിച്ച് ഇനിയിപ്പോൾ നോക്കാം. പിന്നെ കഴിച്ച് നമ്മൾ നാളെ ടിവിയും വരുന്നുണ്ട്. നമ്മൾ നാളെ തിരുവനന്തപുരത്തെത്തും. ബർത്ത്ഡേ ആയിട്ട് നാളെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ നാളെ ബർത്ത്ഡേ തിരുവനന്തപുരത്ത് എത്തുമെന്ന് പറയാൻ പാടില്ല, എങ്കിലും നോക്കാം. അപ്പോൾ നിശ്ചിത ഓർഡറായിട്ട് വരുന്നത് ബ്ലോക്ക് വെച്ച് വേറെ ലെവലിൽ ബ്ലോക്കാണ് ഇത്ര നേരം. ഇപ്പോഴാണ് വണ്ടി മൂവ് ആയി തുടങ്ങിയത്. മൊത്തം ബ്ലോക്കായി പെട്ടിരിക്കായിരുന്നു. ഇവിടെ റോഡിൽ കൂടി പോകാൻ വയ്യ. അതിന്റെ ഇടയ്ക്കാണ് ഇവിടെ സമ്മേളനം. ഫുള്ളും ബ്ലോക്കാണ്. ഇതുണ്ടോ എത്ര നേരമാണ് ഈ ബ്ലോക്കിന്റെ ഇടയിൽ സമ്മേളനം കൂടെ ഇതുണ്ടോ എന്തൊരു ബ്ലോക്കാണ് നോക്കി. സമയം 7 മണിയായിട്ടുള്ള കേസ്. ഓർഡർ എടുക്കാതെ കട്ട പോസ്റ്റ് ചെയ്യപ്പോൾ തേങ്ങ ഇരുന്ന് ഞാനിവിടെ ഇരിപ്പാണ്. ഫുൾ ബ്ലോക്കൊക്കെയാണ് ഇവിടെ. നമ്മളെ ഇവിടെ ഇരിപ്പാണ്. പക്ഷേ ഓർഡർ അടിച്ചിട്ടില്ല. വെറുതെ കട്ട ഇരിപ്പാണ്. വെയിറ്റിംഗ് ആണ്. റിസാർട്ടിലാണ്. ഓർഡർ ലേറ്റ് ആവും. അപ്പോൾ നിശ്ച വീട്ടിൽ നിന്ന് ചോറണമെന്ന് ലഭിച്ചു. പക്ഷേ ചോറ് കഴിക്കട്ടെ. നിശ്ച ചോറ് കഴിയുമ്പോൾ ഓർഡർ റെഡിയാവും. ഓർഡർ എടുത്ത് പോവാം. ഇല്ല തേങ്ങ സമയം കാണണ്ടല്ലോ. അത്രയും സമയം വെറുതെ ഇതാക്കണ്ടല്ലോ. കാരണം മഴ ചാട് പോയിട്ടുണ്ട്. അപ്പോൾ രാത്രി മഴ പെയ്താൽ നമുക്കിനെ ഭക്ഷണം കണ്ടോടെ ഇരിക്കാൻ പറ്റില്ല. അല്ല തേങ്ങ ഇന്ന് നിശ്ചു വെച്ച മീൻകറിയാണ്. നിശ്ചുവിന്റെ സ്പെഷ്യൽ റെസിപ്പി, തിരുവനന്തപുരം റെസിപ്പിയാണ് അല്ലേ. അപ്പൊ നിശ്ചു ഇവിടെ ഒരു വണ്ടിയിൽ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പൊ അതാകുമ്പോൾ ആരും അധികം കാണൂല്ല നിശ്ചു. പക്ഷെ വെട്ടം കുറവ് കുഴപ്പമില്ലേ. എങ്ങനെയുണ്ട് നിശ്ചുവിന്റെ കുറെ നാളത്തെ നിശ്ചുവിന്റെ കുക്കിംഗ് പറയും. ഒരു സങ്കടം ഉണ്ടല്ലേ. നിശ്ചു എനിക്ക് ഒരുപാട് കൂട്ടിത്തരാണ്. പിസയും കണ്ട് കൊതി ഇറക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് ചോറ് കഴിച്ചാൽ അതുകൊണ്ട് ഫീൽ ചെയ്ത കേസ്. എന്തായാലും ഇവിടെ നിന്ന് നിശ്ചു ഭക്ഷണം ചേർക്കട്ടെ. നമുക്ക് ഓർഡർ റെഡിയാവും. എനിക്ക് വേണ്ടി ചോറ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നെ കുത്തി കൂട്ടാണ് നിശ്ചു. ഇങ്ങനെ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് കുറച്ച് കൂടാൻ നോക്കി. ഞാൻ 2 പേര് വെച്ചു. ബാക്കി നിശ്ചയം കഴിക്കട്ടെ. അവൾക്കാണ് വിശപ്പ് കൂടുതൽ പെടുന്നുണ്ടാവുന്നത്. എനിക്ക് നീ വിശപ്പ് ഞാൻ വിശപ്പ് സഹിക്കും. കുഴപ്പമില്ല. അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുള്ളൂ. അനിയന്മാർ ഇങ്ങനെയൊക്കെ തന്നെ കഴിച്ച് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും. എന്നിട്ട് അവർ രാത്രി അവിടെ വഴി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിന്ന് ഫുഡ് കഴിക്കാം. അങ്ങനെ ചെയ്യാറ് എല്ലാവരും രാത്രി ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾ കുറെ സിഗരറ്റ് നമ്മുടെ കൂടെ നടക്കുന്ന കുറച്ച് പേരൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കുന്നത്.